ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ ഇന്ന് 8ാം നാൾ. ദുരന്തത്തിൽ പൊലിഞ്ഞത് 372 ജീവൻ. തിരിച്ചറിയാത്ത മൃതദേഹങ്ങളുടെ DNA സാമ്പിൾ ശേഖരിക്കുന്നത് തുടരുന്നു. ഇനിയും കണ്ടെത്താനുള്ളത് 200-ലധികം പേരെ. ഇന്ന് സൂചിപ്പാറ സൺറൈസ് വനമേഖലയിൽ തിരച്ചിൽ. 12 രക്ഷാപ്രവർത്തകരെ ഹെലികോപ്റ്ററിലെത്തിക്കും. 6 അംഗങ്ങൾ 2 സംഘമായി തെരച്ചിൽ നടത്തും. 6 സോണുകളിൽ അവലോകനവും നടത്തും. പ്രദേശവാസികളും ഭാഗമാകും. മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് വയനാട്ടിൽ. സൂചിപ്പാറയിൽ മന്ത്രിസഭാ ഉപസമിതി അംഗങ്ങൾ നടത്തുന്ന സന്ദർശനത്തിൽ മാധ്യമപ്രവർത്തകർക്കും വോളണ്ടിയർമാരും പ്രവേശിക്കില്ല. മണ്ണിൽ നിന്ന് വന്നവർ മണ്ണോട് ചേർന്നു. പുത്തുമലയിലെ ഹാരിസൺ മലയാളത്തിന്റെ ഭൂമിയിൽ ഇന്നലെ സംസ്കരിച്ചത് 29 മൃതദേഹവും 154 ശരീരഭാഗങ്ങളും. സംസ്കാരം ഇന്നും തുടരും. സംസ്കരിക്കുന്നത് തിരിച്ചറിയാനാവാത്തവരുടെ മൃതദേഹം. ഇടുക്കി പെട്ടിമുടി ദുരന്തം നടന്നിട്ട് ഇന്ന് 4 വർഷം. അന്ന് കേരളത്തിന് നഷ്ടപ്പെട്ടത് 70 ജീവനുകൾ. വയനാടിന്റെ ദുരന്തത്തിൽ നെഞ്ചുലഞ്ഞു നിൽക്കുമ്പോഴും ഇനി അതിജീവനത്തിനുള്ള തയ്യാറെടുപ്പുകൾ. രാജിവെച്ച പ്രധാനമന്ത്രി രാജ്യം വിട്ടതോടെ ബംഗ്ലാദേശിൽ അരാജകത്വം. പ്രധാനമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വീടുകൾ കൊള്ളയടിച്ചു. ജയിലിൽ കഴിയുന്ന മുൻ പ്രധാനമന്ത്രി ഖാലിദ സിയെ മോചിപ്പിക്കാൻ ഉത്തരവിട്ട പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീൻ. ആഭ്യന്തര കലാപത്തിൽ രാജിവെച്ച് ഇന്ത്യയിലെത്തിയ ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുമായി കൂടിക്കാഴ്ച നടത്തി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ബംഗ്ലാദേശിലെ നിലവിലെ സാഹചര്യം ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ അടിയന്തര യോഗം ചേർന്നു. ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ മേഖലകളിൽ സുരക്ഷ ശക്തമാക്കി സൈന്യം. സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന ഹർജി ഇന്ന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുന്നത് നിർമ്മാതാവ് സജിമോൻ പാറയിൽ നൽകിയ ഹർജി. റിപ്പോർട്ട് പുറത്തുവിടുന്നത് തനിക്ക് വ്യക്തിപരമായും സിനിമാ മേഖലയിലെ പലരുടെയും സ്വകാര്യതയെ ബാധിക്കുമെന്ന ഹർജി. കൊല്ലം കല്ലുവാതുക്കലിൽ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷാവിധി ഇന്ന്. മാതാവ് രേഷ്മ കുറ്റക്കാരിയാണെന്ന് കോടതി. കുഞ്ഞു മരിച്ചത് പ്രസവിച്ച ശേഷം കുട്ടിയെ റബ്ബർ തോട്ടത്തിലെ കരിയിലക്കൂട്ടത്തിൽ ഉപേക്ഷിച്ചതോടെ. കൊല്ലം പള്ളിമുക്കിൽ ഗർഭിണിയായ കുതിരയെ ആക്രമിച്ച കേസിൽ ഇനി പിടിയിലാകാനുള്ളത് 3 പ്രതികൾ. റിമാൻഡിലുള്ളത് 4 പ്രതികൾ. കുതിരകളെ ഉപയോഗിച്ച് പരിപാടികൾ സംഘടിപ്പിക്കുന്നവരാണ് അക്രമത്തിന് പിന്നിലെന്ന സൂചന. ഹിരോഷിമ ആക്രമണം നടന്നിട്ട് 79 വർഷം. അമേരിക്കയുടെ കൊടും ക്രൂരതയിൽ നഷ്ടമായത് 1.5 ലക്ഷം ജീവനുകൾ. ഇന്നും അണുബോംബിന്റെ ദുരിതം പേറുന്നവർ അനവധി. പോൾ വോൾട്ടിൽ ഇതിഹാസമായി അർമാൻ സുപ്ലിൻ. ലോക റെക്കോർഡ് 9ാം തവണയും തിരുത്തി സ്വർണ്ണ നേട്ടം. ജുപ്ലിൻസ് മറികടന്നത് 6.2 മീറ്റർ. ഒളിമ്പിക് അത്ലറ്റിൽ ചരിത്ര നേട്ടവുമായി അവിനാഷ് സാംബ്ലെ 3000 മീറ്റർ സ്റ്റിപ്പിൾസ് ചേസിൽ യോഗ്യത നേടി. നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇന്ത്യൻ താരം. സാംബ്ലെ ഫിനിഷ് ചെയ്തത് 5ാം സ്ഥാനത്ത്. പാരീസ് ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ഇന്നിറങ്ങും. സ്വർണ്ണ പ്രതീക്ഷയിൽ ഇന്ത്യ. മത്സരം വൈകിട്ട് 3:30. ജാവലിൻ ത്രോയിൽ കിഷോർ കുമാർ ജേനയ്ക്കും മത്സരം. ഒളിമ്പിക്സിൽ ഇന്ന് ഇന്ത്യക്ക് നിർണായകം. ഹോക്കിയിൽ ഇന്ത്യ ജർമ്മനി സെമി പോരാട്ടം. ജാവലിൻ ത്രോയിൽ നീരജിനും ജനയ്ക്കും മത്സരം. ഗുസ്തിയിൽ വിനയ് ഫോഗട്ട് ഗോദയിലേക്ക്. അത്ലറ്റിക്സിലും ടേബിൾ ടെന്നീസിലും ഇന്ത്യക്ക് മത്സരം.
ഒളിമ്പിക്സ് ഫുട്ബോൾ ഫൈനൽ ചിത്രം തെളിഞ്ഞു. ഫൈനലിൽ സ്പെയിനും ഫ്രാൻസും ഏറ്റുമുട്ടും. മത്സരം രാത്രി 9:30.